വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ചിക്കൻ റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്പ്രിംഗ് റോൾ അങ്ങനെ പല പേരിൽ പറയും. അപ്പോൾ നമ്മൾ ഇന്ന് ചിക്കൻ റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഗൈസ്, നമ്മൾ മൈദാമാവും പൊടിയൊക്കെ കുഴച്ച് വെക്കാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. മമ്മി, നമുക്കിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ പേര് അറിയട്ടെ. നമ്മളിന്ന് ചിക്കൻ റോളാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിന് മൈദാപ്പൊടി കുഴച്ചാദ്യം വെക്കണം. അപ്പോൾ ഇതൊരു 1/2 കിലോയിൽ താഴെയുണ്ട്. ഇതുണ്ട്, അത് ഞാൻ കുറച്ച് എടുത്തതായിരുന്നു. ഇത് നമുക്ക് കുഴക്കി വെക്കാം. കുഴച്ച് വെച്ചിട്ട് വേണം ബാക്കി പണിയാൻ. ഇതിൽ നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ശകലം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ കുഴച്ച് കുറച്ച് സമയം വെച്ചേക്കണം. ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ. അന്നേരം അതിനൊരു മയമൊക്കെ വരും. നമുക്കിതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ശകലം ഈസ്റ്റ് ഇടാം. ഇനി കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമുക്കൊന്ന് കുഴച്ച് കൊടുക്കാം. ഒന്നും കൂടെ ഇത് കണ്ടോ, ഈ പരുവത്തിൽ കുഴച്ച് വെക്കണം. ഇത് നമുക്ക് ഇച്ചിരി എണ്ണ അതിൽ ഒന്ന് തൂത്ത് കൊടുക്കാം. നമുക്കൊരു കുറച്ച് നേരം അതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതിന് കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ കേട്ടോ. നമുക്ക് അത് ഇങ്ങനെ വെച്ച് മൂടി വയ്ക്കണം. ഒരു 10-15 മിനിറ്റ് വരെ ഇരുന്നാൽ മതി. എത്ര നേരം ഇരുന്നാൽ അത്രയും നമുക്കിത് നല്ല മയം കിട്ടും. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. മാവ് നമ്മളിവിടെ എണ്ണയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് അതൊന്നിങ്ങനെ ഒന്ന് പിച്ചി വെക്കാം കേട്ടോ. ഇതൊന്ന് നമ്മുടെ ബോൺ ഫ്രീ മീറ്റാണ് കേട്ടോ. അതായത് നമ്മൾ ബോൺ ഇല്ലാത്ത മീറ്റായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ചിക്കൻ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തിട്ട് അതിനകത്തുനിന്ന് നമുക്ക് എല്ലൊക്കെ മാറ്റി ഉടച്ചെടുക്കണം. ഇനി അതിന് ചുപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടാം. ശകലം ചിക്കൻ പൊടി കൂടി ഇടാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട. ഇതിന് വെള്ളമുണ്ട്. ഇനി ഇതങ്ങ് അടുപ്പത്ത് വയ്ക്കാം. അതൊന്ന് വേഗട്ടെ. അടച്ച് വയ്ക്കാം. സവോള കുരുകുരാന്ന് അരിഞ്ഞത്, ഒരു 2 പച്ചമുളക്, ശകലം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മല്ലിയില, ഇത്
ചിക്കൻ നമ്മൾ വേവിച്ച് ആവി കയറ്റി വെച്ചല്ലോ, അതിൽ വെള്ളം ഒഴിച്ച് വേവിക്കണ്ട കേട്ടോ. ആവി കയറ്റി വെച്ചാൽ മാത്രം മതി, അതിൽ വെള്ളമുണ്ട്. എന്നിട്ട് നമ്മൾ അത് എന്ത് വേണമെന്ന് വെച്ചാൽ ഈ മിക്സിയിലേക്കിട്ട് പതുക്കെ ഒന്ന് കറക്കുക. അത് കണ്ടോ, പൊടി പൊടിയായിട്ട് കിട്ടും, വെള്ളമയം ഇല്ലാതെ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വരട്ടിയെടുക്കാം. വാ, എണ്ണ ഒഴിച്ച് കൊടുക്കാം, സവാള ഇട്ട് കൊടുക്കാം, ഒന്ന് വാട്ടിയെടുക്കണം. ഇനി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, ഈ കരിവേപ്പിലയും കൂടി ഇടാനുണ്ട്. ഞാൻ വിട്ടുപോയി, എടുത്തുകൊണ്ട് വരാം കേട്ടോ. ഈ കരിവേപ്പില ഇതാ, അത് എടുത്തുകൊണ്ട് വരാൻ മറന്നു പോയായിരുന്നു ഞാൻ. അത് നമുക്ക് ഇച്ചിരി അങ്ങ് ചെറുതായിട്ട് ഇങ്ങനെ പിരിച്ചങ്ങ് മതി. ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഇതിനകത്ത് ഇഞ്ചി, പച്ചമുളക്, സവോള, വെളുത്തുള്ളി, കരിവേപ്പില, മല്ലിയില. നമ്മുടെ മല്ലിയില മറ്റേ നമ്മുടെ പറമ്പിൽ നടന്ന് എടുക്കുക കേട്ടോ, നമ്മുടെ നാട്ടിൽ. അതെ, ഇത്രയും സാധനം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴണ്ട കേട്ടോ, നമ്മൾ സാധാരണ വഴറ്റുന്ന പോലെ. ഇത് കണ്ടോ, ബ്രെഡ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല, ഇച്ചിരി മുളക് പൊടി, ഒരുപാട് എരിവ് ചേർത്താൽ പിള്ളേർ വഴക്കുണ്ടാക്കും. അത് കാരണം നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവ് പാകത്തിന് ഇഷ്ടമുള്ള പോലെ ചേർത്തോളുക കേട്ടോ. ശകലം കുരുമുളക് കൂടി ഇടാം. ചിക്കൻ പൊടിച്ച് വെച്ചേക്കുവാണ് കേട്ടോ. അത് ചെറുതായി ഇത്രയും മുഴുപ്പിന് വേണമെങ്കിൽ അത് ചെയ്യാം. പക്ഷേ മുഴുപ്പിന് എടുക്കുമ്പോൾ നമ്മളെ അത് റോൾ ഉരുട്ടുമ്പോൾ ഇത് ഉരുട്ടിയെടുക്കുമ്പോഴത്തേന് അത് പൊട്ടിപ്പോവും. അപ്പോൾ ഇതിങ്ങനെ മയത്തിന് വയ്ക്കുവാണ് നല്ലത്. ഇത് കണ്ടോ, അപ്പോൾ നമ്മൾ ഇടിച്ചക്കത്തോരന് ചതക്കണ പോലെ ആയില്ലേ, അതുപോലെ അങ്ങോട്ട് കറക്കി എടുത്താൽ മതി. ഇനി ഇത് നമ്മളിതിലേക്ക് ചേർക്കും. ഇതിൻ്റെ കൂട്ട് ഇത്രയേ ഉള്ളൂ. മസാലയൊക്കെ ശകലവും കൂടെ ചേർക്കണമെങ്കിൽ ചേർക്കാം എല്ലാവർക്കും. പക്ഷേ ഇതിവിടെ ഈ പിള്ളേർക്ക് പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ. അരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കൂട്ട്. ഇനി നമുക്ക് അത് പരത്തിയെടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഉപ്പൊക്കെ വേണമെന്ന് നോക്കട്ടെ. ഉപ്പ് പാകത്തിനുണ്ട്.
നന്നായിട്ട് പൊങ്ങി. ഇനി നമ്മളതിങ്ങനെ എടുത്ത് ഉരുട്ടും. പിന്നെ 4 മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ. നമുക്ക് ഈ കുറേശ്ശെ ഉണ്ടാക്കണവർക്ക് കുറേശ്ശെ മുട്ട മതി കേട്ടോ. പിന്നെ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഞാൻ എങ്ങനെ പരത്തിയെടുക്കുന്നതെന്നാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മളിങ്ങനെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തും. ഒത്തിരി വലുതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എണ്ണ ചിലവുണ്ടാവും. അപ്പോൾ നമുക്ക് ഇടത്തരം ആക്കാം കേട്ടോ. ഇനി ഇതിനകത്ത് നമ്മളിതിനെ അങ്ങോട്ട് തെറുത്ത് വയ്ക്കും. കണ്ടോ? ഇനി ഇതിൽ നമ്മൾ മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടിയിൽ മുക്കി ഈ മൈദ കൊണ്ട് തന്നെ അങ്ങ് ഒട്ടിച്ച് വെക്കണം. കണ്ടോ? ഇനി നമുക്കിതിങ്ങനെ ഇതിന് ഇങ്ങനെ എടുത്തിട്ട് ആദ്യം മുട്ടയിലിട്ടു. മുട്ടയൊന്ന് വിസ്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയെടുത്തു. കൈ കൊണ്ടെടുക്കാം, കയ്യിലെല്ലാം പറ്റും. അത് കാരണമാണ് നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ റോള് റെഡിയായി. ഇനി നമുക്കത് വാങ്ങിയെടുക്കാറായി കേട്ടോ. അത് എടുക്കാം കേട്ടോ. സ്വല്പം കൂടെ ആയിക്കോട്ടെ. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിള്ളേർക്കൊക്കെ അവധിയല്ലേ, എന്നും ചിക്കൻ മേടിക്കുന്ന വീടുകളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ശകലം എടുത്താൽ ഉണ്ടാക്കാം കേട്ടോ. മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. മൈദ അപ്പം നമ്മുടെ മമ്മി സ്പെഷ്യൽ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കാം. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ കാണാം. ബൈ ബൈ.